നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് മൂന്നാം ഭാവത്തിൽ വിവിധ ഗ്രഹങ്ങൾ നിന്നാൽ എന്താണ് ഫലം എന്നുള്ളതാണ്. മൂന്നാം ഭാവത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഭാവ തരുന്ന സൂചനകൾ എന്തൊക്കെയാണെന്നുള്ളത് അതിൻ്റെ വീഡിയോസ് പോയി കണ്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ മൂന്നാം ഭാവാധിപൻ വിവിധ ഭാവങ്ങളിൽ നിന്നാൽ എന്താണ് ഫലം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തതാണ്. അത് എന്താണെന്നുള്ളത് പോയി കാണുക. അപ്പോൾ നമുക്കിന്ന് ഡയറക്റ്റ് മൂന്നാം ഭാവത്തിൽ വിവിധ ഗ്രഹങ്ങൾ നിന്നാൽ എന്താണ് ഫലം എന്ന് നോക്കാം. ആദ്യം തന്നെ നവഗ്രഹങ്ങളിലെ പ്രധാന ഗ്രഹമായിട്ടുള്ള ആദിത്യൻ അഥവാ രവി, സൺ എന്ന് പറയുന്ന ഗ്രഹം 3rd ഹൗസിൽ പ്ലേസ് ചെയ്താൽ എന്തൊക്കെ എഫക്റ്റുകളാണ് തരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ സൂചനകളാണ് തരുന്നത് എന്നുള്ളത് നോക്കാം. ധൈര്യഭാവത്തിൽ, അതായത് മൂന്നാം ഭാവത്തിൽ രവി നിന്നാൽ സ്വാഭാവികമായിട്ടും റോയലായിട്ടുള്ള ഒരു ക്വാളിറ്റി, അതായത് തീരുമാനമെടുക്കുന്നതിനകത്തൊക്കെ ഒരു ആധികാരികത ഉണ്ടാവും. അതുപോലെ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗത്തും ഒരു ആധികാരികമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, വിജയങ്ങളുണ്ടാവും, ഒരു ലീഡർഷിപ്പ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല് ഇവർക്കുണ്ടാവും. അതുപോലെ തന്നെ രവിക്ക് ബലക്കുറവൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ രേഖാമൂലമുള്ള കുഴപ്പങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഡോക്യുമെൻറ്റ്സിലൊക്കെ ഇഷ്യൂസൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ചലഞ്ച് എന്ന് പറയുന്നത് ഈ മൂന്നാം ഭാവത്തിലെ രവി എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഭാഗമാണല്ലോ, ധൈര്യഭാവമാണ്. അപ്പോൾ മൂന്നാം ഭാവത്തിൽ രവി നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ രവിക്ക് പൊതുവെ ഒരു രാജകീയ സ്വഭാവമുണ്ടല്ലോ, കുറച്ച് ഡോമിനേറ്റ് ചെയ്യാനുള്ള ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ താൻ പറയുന്നതെല്ലാം ശരിയാണെന്നും അത് ശരിയാക്കി എടുക്കാനുമുള്ള ഒരു ടെൻഡൻസി മൂന്നാം ഭാവ രവിക്ക് ഉണ്ട്. തൽനിമിത്തം ഇപ്പോൾ മുതിർന്ന ചേട്ടനാണെങ്കിൽ ഇളയതൊക്കെ ആണെങ്കിൽ പോലും തൽനിമിത്തം സുഹൃത്തുക്കളുമായിട്ടോ അല്ലെങ്കിൽ സഹോദരങ്ങളുമായിട്ടോ ഒക്കെ വളരെ പ്രശ്നങ്ങൾ ഇവർ ജീവിതത്തിൽ ഫേസ് ചെയ്യാനും കാരണമാകും. പൊതുവെ നല്ലൊരു ഗ്രഹസ്ഥിതിയാണ് മൂന്നിലെ രവി എന്ന് പറയുന്നത്. രവിക്ക് നിൽക്കാൻ കൊള്ളാവുന്ന ഭാവങ്ങളിൽ ഒന്നാണ് മൂന്ന്. അത് പൊതുവെ ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾക്കും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടും മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനൊക്കെ നല്ലതാണ്. കുറച്ച് ആധികാരികത ഉണ്ടാവും ഇവരുടെ വർത്തമാനത്തിലും ഒക്കെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് ആധികാരികത ഉണ്ടാവും എന്നുള്ളതാണ്. രവിയുടെ സ്വഭാവം കൊണ്ടുവന്ന് മൂന്നാം ഭാവത്തിൻ്റെ സ്വഭാവത്തോടെ കൂട്ടി യോജിപ്പിച്ചിട്ട് വേണം അതിൻ്റെ ഫലം യുക്തിപൂർവ്വം എടുക്കണം. അപ്പോൾ അത് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്കത് കാണാനും പറ്റും. അടുത്തത് ചന്ദ്രൻ 3-ൽ നിന്നാലുള്ള ഫലം എന്താണെന്ന് നോക്കാം. ഇമോഷണൽ എക്സ്പ്രഷൻസ് ആയിരിക്കും, ഇമോഷണലി ആയിരിക്കും അവരൊരു കാര്യങ്ങളെ കാണുന്നത്. ചന്ദ്രൻ 3 നിൽക്കുന്നൊരു പൊതുവെ എമ്പത്തുകളായിരിക്കും. ഇമോഷണലി കുറച്ച് അവരുടെ എക്സ്പ്രഷൻസ് എല്ലാം കുറച്ച് ഇമോഷൻസ് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും. നല്ല ഊർജ്ജസ്വലതയുള്ളവരായിരിക്കും. പെട്ടെന്ന് ഓടി നടക്കാൻ താല്പര്യമുള്ളവരും സ്പീഡിലൊക്കെ കാര്യങ്ങൾ ചെയ്യാനും പെട്ടെന്ന് സംസാരിക്കുകയും വളരെ സ്പീഡിൽ സംസാരിക്കുകയും ചെയ്യുന്നവർ ആയിരിക്കും. അതുപോലെ തന്നെ 3-ലെ ചന്ദ്രന് ഒന്നിനും ഒരു സ്ഥിരതയുണ്ടാവില്ല എന്നുള്ളതാണ്. കുറച്ചു കാലം ദൈവവിശ്വാസം, കുറച്ചു കാലം ദൈവവിശ്വാസം ഇല്ലായ്മ. അതുപോലെ തന്നെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് പാർട്ട്ണർക്ക് അടിമയാവുക എന്നുള്ളത്, പാർട്ട്ണറെ ഭയങ്കര പേടിയായിരിക്കും. ഇവരെക്കാളും ബലമുള്ളവരായിരിക്കും ഒരു പക്ഷേ ഇവരുടെ പാർട്ട്ണറായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് വളരെ ഇൻഡ്യൂട്ടീവായിട്ടുള്ള കുറേ ഐഡിയാസും നോളജും ഒക്കെ ഉണ്ടാവും. ചെറുകിട യാത്രകളെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും, യാത്രകൾ പോകാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും, വളരെ സെൻസിറ്റീവായിരിക്കും എന്നുള്ളതാണ്. 3-ലെ ധൈര്യഭാവത്തിൽ ചന്ദ്രൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ധൈര്യത്തെക്കാളും ഇമോഷണലി ആയിരിക്കും ഒരു കാര്യം പറയുന്നത്. പെട്ടെന്ന് കരയും, പെട്ടെന്ന് സങ്കടപ്പെടും, വളരെ സെൻസിറ്റീവ് ആയിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ കുടുംബത്തിലായാലും ഒക്കെ, വീട്ടിലാണെങ്കിലും സിബ്ലിങ്സും ഒക്കെ ആയിട്ടും ആണെങ്കിലും ഈ ഒരു ഇമോഷണലി അവരുടെ കോൺവെർസേഷനിൽ ഇമോഷൻസ് ധാരാളം വരികയും അത് നിമിത്തം ഗുണവും നല്ലൊരു ബോണ്ടിങ് ഉണ്ടാകുന്നത് നല്ലതല്ലേ സഹോദരങ്ങൾ തമ്മിൽ. അങ്ങനെ അത് നിമിത്തം ഗുണവും അതുപോലെ തന്നെ ദോഷവും ഉണ്ടാകുന്ന, എന്നോട് അവൻ അങ്ങനെ ചെയ്തല്ലോ അല്ലെങ്കിൽ അവൾ എന്നോട് അങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ നമുക്ക് പറയുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മൂഡ് സ്വിങ്സ് നിമിത്തം വീട്ടിലുള്ളത് ചോദിക്കുക, എൻ്റെ അമ്മ തുടങ്ങിയോ വീണ്ടും. അതായത് ഡെയിലി കോൺവെർസേഷനിൽ ഡെയിലി ആയിട്ടുള്ള കാര്യങ്ങൾ നിത്യജീവിതത്തിൽ മൂഡ് സ്വിങ്സ് ധാരാളം ഉണ്ടാകുന്ന സിറ്റുവേഷൻസും ഉണ്ടാകും. പൊതുവെ എമ്പത്തുകളാണ്, ഒരു സപ്പോർട്ട് വേണ്ട ആൾക്കാരും ആണ്. അടുത്തതാര മൂന്നാം ഭാവത്തിൻ്റെ കാരകനായിട്ടുള്ള കുജൻ
മൂന്നിൽ നിന്നാൽ എന്താണ് ഫലം എന്നുള്ളത് നോക്കാം. നിയന്ത്രണമില്ലാത്തതും നിഷ്ഠയില്ലാത്തതുമായിട്ടുള്ള ജീവിതം ഒന്ന്. രണ്ട് എന്ന് പറയുന്നത് ധൈര്യം കൂടും വീര്യം കൂടും. അപ്പോൾ നിയന്ത്രണവും നിഷ്ഠയൊന്നും പല കാര്യങ്ങളും ഉണ്ടാവില്ല. സഹോദരങ്ങൾക്ക് പൊതുവെ ദോഷമാണ് ഈ യോഗം. മൂന്നിലെ കുജൻ ബലവാനായിട്ട് നിൽക്കുന്നത് പൊതുവെ സഹോദരങ്ങൾ കുറവോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് ദോഷമോ ആയിരിക്കും. അതുപോലെ തന്നെ വണ്ടി ഒക്കെ നിമിത്തമുള്ള ആക്സിഡൻസ്, ചിലപ്പോൾ മദ്യപിച്ചൊക്കെ വണ്ടിയിൽ നിന്ന് വീഴുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, എടുത്തുചാട്ടം വളരെ ചെറുപ്രായത്തിൽ വളരെ അഗ്രസീവായിട്ടുള്ള സ്വഭാവം, എടുത്തുചാട്ട നിമിത്തമുള്ള പ്രശ്നങ്ങൾ ഒക്കെ വരാം. ആക്സിഡൻസ് ഉണ്ടാകും, പോലീസ് കേസുകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരാം. വഴക്കും പ്രശ്നങ്ങൾക്കും ഒക്കെയുള്ള കാര്യങ്ങൾ, പെട്ടെന്ന് ദേഷ്യം വരിക, വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ ഒരുപക്ഷെ ചിലപ്പം മുന്നോട്ട് പോകുന്ന സമയത്ത് സംസാരിക്കാവുന്നതിന് വായ്ക്കുള്ളിൽ നാക്കിന് എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ ചെവിക്ക് കേൾവിക്കുറവോ, ചെവി സംബന്ധമായിട്ട് എന്തെങ്കിലും അസ്വസ്ഥതകളോ, ചെവിക്ക് രോഗങ്ങളോ, ചെവിക്ക് ഇൻഫെക്ഷനൊക്കെ വന്നിട്ട് ഉള്ള ബുദ്ധിമുട്ടുകളോ ഒക്കെ വരാനുള്ള സാധ്യതകളും ഉണ്ട്. പൊതുവേ അസർട്ടീവാണ്, എനർജറ്റിക്കാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ ചൊറിഞ്ഞ് സന്തോഷിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഈ അനിയന്മാരോടും അനിയത്തിമാരോടും ഒക്കെയുള്ള ഒരു ഭരണം, ഒരു ചുമ്മാതെ ഡിബേറ്റുകളൊക്കെ എൻജോയ് ചെയ്യാനുള്ള, തർക്കങ്ങളൊക്കെ എൻജോയ് ചെയ്യാനൊക്കെയുള്ള ഒരു ആഗ്രഹം, ഇതൊക്കെ ഇവർക്കുണ്ടാവും കേട്ടോ. പൊതുവെ മൂന്നിൽ ചൊവ്വ അത്ര നല്ലതല്ല. പൊതുവെ ഈ പറഞ്ഞ പോലെ ചൊവ്വ മൂന്നിൽ നിൽക്കുമ്പോൾ ടെൻഡൻസി ടു ആർഗ്യൂ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, അതുപോലെ തന്നെ വളരെ കോമ്പാറ്റീവ് ഇൻ കോൺവെർസേഷനുകളിൽ വളരെ കോമ്പാറ്റീവ് ആയിരിക്കും. ഒരു ദേഷ്യം, എടുത്തിയാട്ടം, അക്രമ സ്വഭാവം, വീര്യ സ്വഭാവം കുറച്ച് കൂടുതൽ. ഇതൊക്കെയാണ് പൊതുവെ മൂന്നിൽ ചൊവ്വ നിന്നാലുള്ള കാര്യങ്ങൾ. ഇത് നമ്മൾ ഭാവം, ഭാവാധിപൻ, ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് യോജിപ്പിക്കണം. ചൊവ്വ പൊതുവെ ഒരു അഗ്നി സ്വഭാവമുള്ള ഗ്രഹമാണ് എന്നുള്ളത് കൊണ്ടും മൂന്നാം ഭാവത്തിൻ്റെ കാരകത്വവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചൊവ്വ യോഗം ചെയ്യുമ്പം ഒരു വ്യക്തിക്കുണ്ടാകുന്ന സൈക്കിക് നേച്ചർ എന്തൊക്കെയാണെന്നുള്ളതും നിങ്ങൾ ഈ പറഞ്ഞ വീഡിയോസ് എല്ലാം കൂടെ കേട്ടിട്ട് കൺക്ലൂഡ് ചെയ്യുക. ഒരു മാഴ്സ് ടൈപ്പ് എന്തൊക്കെയാണ് പറയുന്നത് അത് മൂന്നാം ഭാവത്തിൻ്റെ സ്വഭാവമായിട്ട് കൂട്ടി യോജിപ്പിക്കുമ്പോൾ എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളതും കൂടി നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇനി ഇത്രയും വീഡിയോസൊക്കെ ഇനിയിപ്പോൾ ഞാൻ ഒന്ന് ഹരിശ്രീ എന്ന് പറയണ്ട, അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കിയിട്ട് സ്വയം കണ്ടെത്താവുന്നതേ ഉള്ളൂ. നമുക്കിനി അടുത്തത് മെർക്കുറി, ആദിത്യൻ, സോമൻ, അങ്കാരകൻ, ബുധൻ മൂന്നാം ഭാവത്തിൽ നിന്നാൽ എന്ത് ഫലമാണ് തരുന്നത്, എന്തൊക്കെയായിരിക്കും എന്നുള്ളത് നോക്കാം. പൊതുവേ ഗുണമാണ്, അന്യർക്ക് ഗുണമാണ്. നന്നായിട്ട് വാചകം അടിക്കാൻ കഴിവുള്ളവരായിരിക്കും, നല്ല കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലായിരിക്കും. അതുപോലെ തന്നെ ഇൻ്റലക്ച്വൽ എബിലിറ്റീസ്, കമ്മ്യൂണിക്കേഷൻ, ലേണിംഗ് സ്റ്റൈൽ, നന്നായിട്ട് പഠിക്കാനും വായിക്കാനും അസാധ്യമായിട്ടുള്ള ഒരുപാട് അറിവുകളും ഇവർക്കുണ്ടായിരിക്കും. പക്ഷേ ഒന്നിലും തൃപ്തിയുമല്ല, ഒരു രഹസ്യ സ്വഭാവം ഉണ്ടാവും. എല്ലാത്തിനും മൂന്നിലെ ബുധന് ഒരു രഹസ്യം, ഒരു ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കാനുള്ളൊരു ടെൻഡൻസിയും ഉണ്ട്. മൂന്നാം ഭാവം ഈ ധൈര്യം, വീര്യം, ദുർബുദ്ധി, സഹോദരൻ, പരാക്രമം എന്നൊക്കെ പറയുമ്പോൾ വീര്യഭാവവും കൂടിയാണ്. പ്രത്യേകിച്ച് മനസ്സിൻ്റെ തുടക്കം, കോൺഷ്യസ് മൈൻഡ് മൂന്നാം ഭാവവും സബ് കോൺഷ്യസ് മൈൻഡ് അഞ്ചാം ഭാവവും പ്രജ്ഞാമേധ വിവേകശക്തി അഞ്ചാം ഭാവമല്ലേ. അപ്പോൾ മൂന്നിലാണ് മനസ്സ് തുടങ്ങുന്നത്. മൂന്നാം ഭാവത്തിന് 3, 7, 11 എന്നൊക്കെ പറയുന്നത് കാമത്രികോണങ്ങളാണ്. അപ്പോൾ മൂന്നാം ഭാവത്തിന്, 7ാം ഭാവത്തിന് 11ാം ഭാവം. മൂന്നാം ഭാവം ചൊവ്വ ആണ് കാരകൻ, 7ാം ഭാവം ശുക്രനാണ് കാരകൻ, 11ാം ഭാവത്തിന് വ്യാഴമാണ് കാരകൻ. ഈ ചൊവ്വ, ശുക്രൻ, വ്യാഴം, ഈ 3 ഗ്രഹങ്ങളുടെ നല്ല രീതിയിൽ അനുഗ്രഹിച്ചാൽ മാത്രമേ ഒരാൾക്ക് അവരുടെ ലവ് ലൈഫ് എന്ന് പറയുന്നത് സക്സസ്ഫുൾ ആവത്തുള്ളൂ. ശുക്രൻ ഒട്ടും ചേരാത്ത, വ്യാഴത്തിനും ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു ഗ്രഹമാണ് ബുധൻ. കാരണം ശുക്രൻ നീചനാവുന്നിടത്താണ് ബുധൻ ഉച്ചനാവുന്നതും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ശുക്രൻ ഒട്ടും ഇഷ്ടമല്ല. അതോടൊപ്പം തന്നെ ബുധൻ ചെയ്യുന്നൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ബുധൻ സ്വന്തം ക്ഷേത്രത്തിൽ തന്നെയാണ് ഉച്ചനാവുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു കാര്യം ഉണ്ട്. അപ്പം പൊതുവെ ശുക്ര, വ്യാഴ, കുജൻ്റെ കോമ്പിനേഷൻസ് ഹാർമോണിയസ് ആയിട്ട് വരികയും ചെയ്യുമ്പോഴാണ് പൊതുവെ നല്ല ലവ് റിലേഷൻഷിപ്സൊക്കെ വരുന്നത്. 3ലെ ബുധൻ്റെ ഒരു കുഴപ്പം പറഞ്ഞാൽ തൃപ്തി ഉണ്ടാവില്ല, തൃപ്തിക്കുറവാണ് മെയിൻ. അതുപോലെ ജോലി ഏറ്റെടുത്താൽ അത് ചെയ്യാനുള്ള കാരണം എല്ലാവരും കാണിക്കാനുള്ളൊരു ഇതുണ്ടാവും. അപ്പോൾ ജോലി മറ്റുള്ളൊരു കുറ്റം പറയുന്നതൊന്നും താങ്ങാൻ പറ്റില്ല 3ലെ ബുധന്. അപ്പം
ഒറ്റപ്പെട്ടിരിക്കും, കരയും, സ്ട്രെസ് ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താ പറയുക, 3-ലെ ബുധൻ 3-ാം ഭാവത്തിൽ ബുധൻ നിന്ന് കഴിഞ്ഞാൽ നാച്ചുറലി അവർ ഏറ്റെടുക്കുന്ന ജോലികളൊക്കെ ചെയ്യും. കച്ചവടം, അതുപോലെ തന്നെ സ്വാർത്ഥപരമായ ചിന്തകൾ, ലാഭം, ഇതൊക്കെ അതിനുള്ള ശ്രദ്ധ തന്നെ വരും. അവരുടെ കമ്മ്യൂണിക്കേഷൻ തന്നെ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ സഹോദരങ്ങളുമായിട്ടൊന്നും ഒരു പക്ഷേ അങ്ങനെ നന്നായിട്ട് ചേർന്ന് പോകാനുള്ള സാധ്യത കുറവുമാണ്. ഒരു ലാഭചിന്തയുണ്ടാവും, ഒരു മാനിപ്പുലേറ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. പക്ഷേ ബുധൻ 3-ൽ നിന്നാൽ ഉള്ള ക്വാളിറ്റി എന്ന് പറയുന്നത് ഇൻ്റലക്ച്വൽ എബിലിറ്റീസാണ്. സാമാന്യമായിട്ടുള്ള അറിവുകൾ ഇവർക്കുണ്ടാവും, റിസർച്ചിങ് കപ്പാസിറ്റി ഉണ്ടാവും, ലേണിംഗ് സ്റ്റൈലുകൾ, ഇവരുടേതായ ഒരു പഠന രീതികൾ, അതുപോലെ തന്നെ പലതരം ഭാഷകൾ പഠിക്കാനുള്ള ആഗ്രഹങ്ങൾ, ഇതെല്ലാം ഉണ്ടാവും. പൊതുവേ 3-ൽ ബുധൻ എന്ന് പറയുന്ന ഒരു മിശ്ര ഫലമാണ്. അത് ജാതകം ഒബ്സർവ് ചെയ്ത് പഠിക്കാം. പൊതുവേ 3-ാം ഭാവത്തിലെ ധൈര്യത്തിനും വീര്യത്തിനും ദുർബുദ്ധിക്ക് പറ്റും ബുധൻ. ധൈര്യശാലി അല്ല ബുധൻ. മെർക്കുറി എന്ന് പറയുന്ന പേടി ഉള്ള ഗ്രഹമാണ്. അതുപോലെ തന്നെ വീര്യത്തിനും പറ്റിയ ആളല്ല, കുട്ടിയാണ്. ചൊവ്വയുടെ എനർജിയായിട്ട് ഒരിക്കലും വരാത്ത ഒരാളാണ്. അപ്പോൾ ചൊവ്വയുടെ സോണാണ് 3-ാം ഭാവം. ചൊവ്വയാണ് അതിൻ്റെ കാരകൻ. അപ്പോൾ ചൊവ്വയുടെ സോണിൽപ്പെടുന്ന പല കാര്യങ്ങളുമാണ് ആ ഏരിയ പറയുന്നത്. അപ്പോൾ അവിടെ ബുധൻ വന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം ഒബ്സർവ് ചെയ്ത് നോക്കാൻ വിട്ടുതരുന്നു. അടുത്തത് ആദിത്യൻ, സോമൻ, അങ്കാരൻ, ബുധൻ, ബൃഹസ്പതി, വ്യാഴം, ഗുരു. 3-ൽ നിന്നാൽ എന്തായിരിക്കും ഫലം നോക്കാം നമുക്ക്. 3 കമ്മ്യൂണിക്കേഷനാണ്. 3-ൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിലോസഫിക്കൽ നേച്ചർ. 3-ാം ഭാവമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്തിട്ടാലും അത് വിസ്തരിക്കും, വികസിക്കും. എക്സ്പെൻസസ് ഉണ്ടാവും. 3-ാം ഭാവം ചെറിയ ചെലവുകളാണ്. അപ്പം എക്സ്പെൻസസ് ഉണ്ടാവും. അതുപോലെ തന്നെ ദാനം ചെയ്യും, മറ്റുള്ളവരെ സഹായിക്കാനും കൊടുക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ശുഭാബ്ദി വിശ്വാസം, തത്വചിന്ത, പല സമയത്തും ആരോഗ്യക്കുറവ്, കഫം കൊണ്ടുള്ള കുഴപ്പങ്ങൾ, മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളൊക്കെ വരാം. പിന്നെ ഒരു ടീച്ചർ മൈൻഡ് സെറ്റ് ഉണ്ടാവും. പഠിപ്പിക്കാനൊക്കെയുള്ള ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും ഒരു ഉപദേശം ആയിട്ട് പറയാനുള്ള ഒരു ടെൻഡൻസിയൊക്കെ ഇവർക്കുണ്ടാവും. എനിക്ക് തോന്നിയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇവരുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും ഇവരുടെ സൗഹൃദങ്ങളിലാണെങ്കിലും അയലത്തുകാരുമായിട്ടൊക്കെ അടുപ്പമൊക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. വേറെ പാപബന്ധങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ വളരെ കൂട്ടിവെച്ചിട്ട് ചില സമയത്ത് ഇവർ വളരെ പിശുക്കുള്ള സ്വഭാവം കാണിക്കും. അതേസമയം തന്നെ ഇവർ ധാരാളം ധനം ചിലവാക്കുകയും മറ്റുള്ളവരെ സഹായിക്കുകയും ഒരുപാട് ലെവലിലേക്ക് എത്തിക്കാനൊക്കെ നോക്കുകയൊക്കെ ചെയ്യുന്ന നല്ലൊരു, പ്രത്യേകിച്ച് ദാനം ചെയ്യും. അതാണ് 3-ലെ വ്യാഴത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ദാനമാണ്. ദാനം, മറ്റുള്ളവരെ സഹായിക്കാൻ ഭയങ്കര മനസ്സായിരിക്കും എന്നുള്ളത്. പ്രത്യേകിച്ച് ഇളയ സഹോദരങ്ങളെയാണെങ്കിലും സുഹൃത്തുക്കളെയാണെങ്കിലും ചുറ്റുപാടുമുള്ളവരെ ആണെങ്കിലും ഒക്കെ സഹായിക്കാൻ വളരെ ഇഷ്ടമുള്ളവരായിരിക്കും. ഏറ്റവും വലിയൊരു ദോഷം എന്ന് പറയുന്നത്, ഇവർ നന്നായി മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുകയും കഥ പറയുകയും കാര്യമൊക്കെ ചെയ്യും. പക്ഷേ തോട്ട് പ്രോസസ്സ് ഒരു പ്രാക്ടിക്കൽ ചിന്തയായിരിക്കത്തില്ല എന്നുള്ളതാണ്. ആ കാലദേശങ്ങൾക്കനുസരിച്ചുള്ള ഒരു പ്രാക്ടിക്കൽ രീതിയിൽ ഇവർ ചിന്തിക്കാതിരിക്കും എന്നുള്ളതാണ് ഒരു മെയിനായിട്ട് പറയുന്നത്. പൊതുവെ അനാരോഗ്യങ്ങൾ വരാം. അതുപോലെ തന്നെ സാഹചര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റായികയും വരാം. നമുക്ക് കിട്ടുന്ന അവസരങ്ങളെ കൃത്യമായിട്ട് ഉപയോഗിക്കാതെ നമ്മുടെ ഒരു ഐഡിയലിസ്റ്റിക് ചിന്തകൾക്കനുസരിച്ച് പോയിട്ട് അത് ഉപയോഗിക്കാതിരിക്കാൻ സാഹചര്യങ്ങളും വരും. പൊതുവെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ കണ്ടിട്ടുള്ള 3-ലെ വ്യാഴക്കാർ, എനിക്കറിയാവുന്ന വളരെ വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട്, എല്ലാവരിലും പൊതുവായിട്ട് കണ്ടിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, അവർക്കിഷ്ടമുള്ളവരെ സഹായിക്കാൻ, മനസ്സറിഞ്ഞ് സഹായിക്കാൻ, ദാനധർമ്മങ്ങൾ ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ വലിയ ഇഷ്ടമുള്ളവരാണ് എന്നുള്ളതാണ് എൻ്റെ അനുഭവം. അടുത്ത നമുക്ക് ശുക്രൻ 3-ൽ നിന്നാലുള്ള ഫലം നോക്കാം. ആദിത്യനായി, സോമനായി, അങ്കാരകനായി, ബുധനായി, ബൃഹസ്പതിയായി ശുക്രൻ. തേർഡ് വീനസ് എന്ന് പറയുമ്പോഴത്തേക്ക് കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗത്ത് വീനസ് നിൽക്കുമ്പോഴത്തേക്ക് സോഷ്യൽ ഇൻട്രാക്ഷൻ കിട്ടുമായിരിക്കും. ആൾക്കാരുമായിട്ട് ഇടപെടുന്നത്, ബ്യൂട്ടി, അവരെന്താണെന്ന് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവരുടെ ഒരുക്കത്തിലൂടെയും അവരുടെ ഇതിലൂടെയുമാണ്. ശുക്രൻ വ്യാഴമൊഴിച്ച്, വ്യാഴത്തിൻ്റെ ദൃഷ്ടിയോ വ്യാഴത്തിൻ്റെ നക്ഷത്രമോ ഒഴിച്ച് വേറെ ആരുമായിട്ടും ചേരാതെ ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് എപ്പോഴും. ശുക്രൻ പൊതുവെ ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് നല്ലത്. എന്നാലേ ആ ഒരു ഭൗതിക സുഖങ്ങളുടെ സാഗരത്തിലേക്ക് നമുക്ക് ഇറങ്ങിപ്പോകാൻ പറ്റത്തുള്ളൂ. ശുക്രന് വേറെ ആരുടെയെങ്കിലും ഒരു ബന്ധം വന്നാൽ ശുക്രൻ പതുങ്ങും. അങ്ങനെയാണ്. കാരണം ശുക്രൻ തിരിഞ്ഞ് മുന്നോട്ട് ഓടുന്ന ആളും ബാക്കിയുള്ളവരെല്ലാം മുന്നോട്ട് ഓടുമ്പോൾ വേറെ ആരുമായിട്ടും ശുക്രൻ സെറ്റാവില്ല. വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ പോയി ഉച്ചനാകുന്ന എന്നൊരൊറ്റ
കാരണം കൊണ്ടും വ്യാഴവുമായിട്ടും ആ മീനൻ രാശിയുമായിട്ടൊരു ബലമുള്ളത് കൊണ്ടും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിൽ ശുക്രൻ ഒന്ന് ഒതുങ്ങും. എന്നാൽ ഡയറക്റ്റ് ഇവർ തമ്മിൽ അങ്ങോട്ട് നോക്കിയാൽ ശുക്രൻ ആ ബലം കൂടുന്നെങ്കിൽ വ്യാഴം പറയുന്നത് ഇത് കേൾക്കില്ല. അതിമാനുഷിക യോഗമാണ്. ശുക്രൻ ആ ബലം കൂടുന്ന ഭൗതിക വിഷയത്തിലൊക്കെ അവർ ഭയങ്കരമായ വളരെ വിശാലമായ ചിന്തകളൊക്കെ ആയിരിക്കും. പൊതുവേ ശുക്രൻ എന്ന് പറയുന്നത് ഹാർമണി ഇൻ കമ്മ്യൂണിക്കേഷൻ, സോഷ്യൽ ഇൻട്രാക്ഷൻ, ബ്യൂട്ടിയെ എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവ് ആണ്. വളരെ ചാമിങ് ആയിട്ടായിരിക്കും സംസാരിക്കുന്നത്, വളരെ ലവ്ലി ആയിട്ടായിരിക്കും സംസാരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട്, ബുധൻ്റെ ഡിപ്ലോമസി അല്ല കേട്ടോ, അത് വളരെ സ്നേഹം ചാലിച്ചുള്ളൊരു ഡിപ്ലോമാറ്റിക് ഇത് ഉണ്ടാവും വീനസിന്. ബുധൻ്റെ ഡിപ്ലോമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാ ഓഹോ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിച്ചുകൊണ്ടിരിക്കുക, ഒരു ഇതും ഉണ്ടാവില്ല. അതൊരു കോർപ്പറേറ്റ് കൾച്ചറുമായിട്ട് കണക്ട് ചെയ്താൽ മതി. കോർപ്പറേറ്റ് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ രീതിയാണ് ബുധൻ. അതല്ല നമ്മളെ വളരെ അടുത്ത സ്നേഹമുള്ളവർ, നമ്മളോട് ചേർന്നിരിക്കുന്നവർ, നമുക്ക് ആരെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നവർ ഒക്കെ ആയിട്ടുള്ള കുറച്ച് ഇമോഷണൽ ടച്ചോട് കൂടിയിട്ടുള്ള ഒരു ലവിങ് നേച്ചർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ലവിങ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, അതാണ് വാസ്തവത്തിൽ വീനസ്. അതിൻ്റെ ഒറിജിനൽ വേർഷൻ. ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വേർഷനാണ് ബുധൻ രാഹു ഒക്കെ ബന്ധം വരുന്നത്. കാരണം എന്ന് വെച്ചാൽ വാക്കിൽ മാത്രമേ ആ ചാമിങ് ഉണ്ടാകത്തുള്ളൂ, വാക്കിൽ മാത്രമേ ബ്യൂട്ടി ഉണ്ടാകത്തുള്ളൂ. കംപ്ലീറ്റ് ചീറ്റിംഗ് ആയിരിക്കും ബുധന് രാഹുബന്ധം വരുന്നതാണ് വാസ്തവത്തിൽ ഭയങ്കര പ്രശ്നമാവുന്നത്. അപ്പം അത് ഇവിടെ വീനസ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. വീനസ് എന്ന് പറയുന്നത് ഒരു കലയാണ്, ഒരു കലാ നേച്ചർ, ഒരു ആർട്ടിസ്റ്റിക് മൈൻഡ് സെറ്റാണ്. അപ്പോൾ കുറച്ച് ഇമോഷണൽ മൈൻഡ് സെറ്റാണ്, കുറച്ച് റൊമാൻറ്റിക് മൈൻഡ് സെറ്റാണ്. അതായത് ഒരു വാല്യൂസ് ഉണ്ടാവും, കമ്മ്യൂണിക്കേഷനിൽ ഒരു വാല്യൂ വേണം. ബന്ധങ്ങൾക്കൊരു അത്യാവശ്യം വില കൊടുക്കുന്ന, അത്യാവശ്യം സ്നേഹം കൊടുക്കുന്ന ആളുകൾ ആയിരിക്കും, സ്നേഹിക്കുന്നവരോടൊരു അടുപ്പമുള്ളവരായിരിക്കും എന്നുള്ളത് സംശയമില്ല. 3-ാം ഭാവത്തിൽ ധൈര്യം, വീര്യം, ദുർബുദ്ധി, സഹോദരൻ, പരാക്രമം എന്നൊക്കെ പറയുന്ന ഭാവമാണ് 3 എന്നുള്ളത് കൊണ്ട് തന്നെ 3-ലെ ശുക്രന് ഒരു കുഴപ്പമുണ്ട്. ശുക്രൻ്റെ ദുർബുദ്ധി വന്ന് കുടുംബജീവിതവും റിലേഷൻഷിപ്പും ഒക്കെ ബ്രേക്കപ്പായിട്ട് വല്ലാതെ വേദന അനുഭവിക്കാനുള്ള യോഗമുണ്ട്. അപ്പോൾ അതും 3-ലെ ശുക്രൻ്റെ ഒരു കുഴപ്പമാണ്. സാമ്പത്തിക വൈഷമ്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. പാവനായ ശുക്രനാണെങ്കിൽ, പാപബന്ധത്തോടു കൂടിയുള്ള ശുക്രനാണെങ്കിൽ മോശ സ്വഭാവങ്ങൾ ഉണ്ടാവാറുണ്ട്. തട്ടിപ്പ്, പൈസയ്ക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള തട്ടിപ്പ്, പൈസ കണ്ടുകൊണ്ട് പ്രേമിക്കുക, പൈസ കണ്ടുകൊണ്ട് കല്യാണം കഴിക്കുക, അല്ലെ ബുദ്ധി കണ്ടുകൊണ്ട് കല്യാണം കഴിക്കുക, അല്ലെ സോഷ്യൽ സ്റ്റാറ്റസ് കണ്ടുകൊണ്ട് കല്യാണം കഴിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഇതൊക്കെ ശുക്രൻ 3-ൽ നിന്നാൽ, ശുക്രന് പാപബന്ധം വന്നാൽ സംഭവിക്കുന്നതാണ്. ഒരു തരം തട്ടിപ്പാണതല്ല. അപ്പം മനസ്സല്ല അത് നോക്കുന്നത്. അതേപോലെ തന്നെ ഇന്ദ്രിയ സുഖങ്ങളിൽ മുഴുകി ധാതുനഷ്ടമുണ്ടായിട്ട് വളരെ വേഗത്തിൽ വാർദ്ധക്യം വരികയും തൽനിമിത്തം മാനസിക സംഘർഷങ്ങളും ഡിപ്രഷനും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളും ഉണ്ട് പാപനായ ശുക്രൻ. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് ശുക്രൻ 3-ാം ഭാവത്തിൽ നിന്നാൽ പറയാനുള്ളത്. നമുക്കിനിയും ആദിത്യൻ കഴിഞ്ഞു, സോമൻ കഴിഞ്ഞു, അങ്കാരൻ കഴിഞ്ഞു, ബുധൻ കഴിഞ്ഞു, ബൃഹസ്പതി കഴിഞ്ഞു, ശുക്രൻ കഴിഞ്ഞു. ഇനി അടിപൊളി ആളാണ് ശനി. 3-ലെ ശനി. സ്ട്രക്ചേർഡ് ആയിട്ടുള്ള തിങ്കിങ്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള തിങ്കിങ് ആണ് 3-ലെ ശനി. 3-ലെ ശനി എന്ന് പറയുന്നത് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള തിങ്കിങ്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ജീവിത രീതികൾ കൊണ്ടുവരാൻ നോക്കുക. ഇത് പോസിറ്റീവായാലത്തെ കാര്യം പറയണേ. ഡിസിപ്ലിൻ ഇൻ കമ്മ്യൂണിക്കേഷൻ, സീരിയസ് അപ്രോച്ചുകൾ, ലൈഫിൽ എന്തെടുക്കുമ്പോഴാണെങ്കിലും സീരിയസ് ആയിട്ടുള്ളൊരു അപ്രോച്ചായിരിക്കും. കുറച്ച് ഡിലേ ആയിരിക്കും, പറയാൻ കുറച്ച് സമയമെടുക്കും. നമ്മൾ പറയത്തില്ലേ, ആവശ്യത്തിന് മാത്രം സംസാരിക്കാൻ നോക്കും. ഇന്നത്തെ കോട്ട 120 വാക്കായിരുന്നു, 121 വാക്ക് പറഞ്ഞു, അതൊന്നും ഇനി മിണ്ടില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ. അതായത് വളരെ നോക്കിയിട്ട് ഇനി എൻ്റെ വായിൽ നിന്നെങ്ങാനും എന്തേലും വീണ് പോയാൽ അബദ്ധമാകുമോ എന്ന് വിചാരിച്ച് മിണ്ടായിരിക്കുന്നത്. 3-ലെ ശനിക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇൻഫീരിയർ ആയിരിക്കും. അപ്പം പറഞ്ഞാൽ അബദ്ധമാവുമോ, അതിൽ നല്ലത് ഉണ്ടായിരിക്കുന്നതല്ലേ നല്ലതെന്നുള്ളൊരു ചിന്ത എപ്പോഴും ഇവരുടെ ഉള്ളിലുണ്ടാവും. ഒരു ഭയം, സംസാരിക്കാൻ ഇച്ചിരി പാട്, ഡിലേ, ഒരു ഭയം ഒക്കെ ഉണ്ടാവും. കംഫോർട്ടാവുന്ന ഒരു സോണിൽ, അതായത് വളരെ സ്വസ്ഥമായിട്ട് ഇവർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സോണിലാണെങ്കിൽ ഇവർ നന്നായിട്ട് സംസാരിക്കുകയും ചെയ്യും. ചിലപ്പോൾ 3-ലെ ശനിക്ക് പലപ്പോഴും സഹോദരങ്ങളുമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാം, അല്ലെങ്കിൽ സഹോദരങ്ങൾ നിമിത്തമുള്ള റെസ്പോൺസിബിലിറ്റീസ്, വീട്ടിലെ ഒരുപാട് പ്രാരാബ്ധം, ഭാരം ഇതൊക്കെ ഏറ്റെടുക്കുന്നതായിട്ട് വരാം. പൊതുവിൽ 3-ലെ ശനി എന്ന് പറയുന്നത് ഒരുപാട് തിരിച്ചടികൾക്ക് ശേഷം വിജയം ഉണ്ടാവുന്നതാണ്. സഹോദരങ്ങളുമായിട്ട് ക്ലേശം, സഹോദരങ്ങൾക്കും ചുറ്റുപാട് നിൽക്കുന്നവർക്ക് ഗുണമായിട്ട് വരിക, നിരവധി പേർക്ക് ആശ്രയമായി വരുന്ന ആളാവും, നിരവധി പേരെ സപ്പോർട്ട് ചെയ്യുന്ന ആളാവും,
പക്ഷെ അതിനനുസരിച്ചുള്ളൊരു അനുഗ്രഹമോ സ്നേഹമോ അവരുടെ ഭാഗത്തു നിന്ന് തിരിച്ചുണ്ടാവണമെന്നില്ല. ചിലപ്പോൾ നിരവധി പേർക്കൊരു ആശ്രയമായിരിക്കാം, ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിച്ച ശേഷം വിജയം ഉള്ള ആളായിരിക്കാം. പലപ്പോഴും 3-ലെ ശനിക്കാരുടെ ഒരു ദോഷമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇവർ പറയുന്നത് അതുപോലെ മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് കഴിയാതെ പോവുക എന്നുള്ളതാണ്. ഇവർ പറയുന്നത് കേൾക്കുന്ന ആളും തമ്മിൽ ഒരുപാട് വ്യത്യാസമാണ്. അതായത് എനിക്ക് 3-ൽ ശനിയാണെന്ന് വെച്ചോ, ഉദാഹരണത്തിന് ഇപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുകയാണ്, ഞാൻ ആ വാക്കിന് കൊടുത്ത് മീനിങ് ആയിരിക്കത്തില്ല നിങ്ങളത് കേൾക്കുന്നത്. അപ്പോൾ തൽനിമിത്തം എന്നെ ഒരുപാട് മിസ്അണ്ടർസ്റ്റുഡ് ചെയ്യും. അതായത് മിസ്അണ്ടർസ്റ്റാൻഡിങ് വരും നമ്മുടെ ഇടയിൽ, ആ ആൾക്കാരുടെ ഇടയിൽ. ഇയാൾ എന്തിങ്ങനെ പറഞ്ഞു, ഇയാൾ ഇങ്ങനെ പറഞ്ഞല്ലോ, അതെനിക്ക് വിഷമമായി, അവൾ അങ്ങനെ പറഞ്ഞല്ലോ, അയാൾ ഇങ്ങനെ പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിന്നെ കേൾക്കുകയും ചെയ്യും. കേൾക്കുമ്പോൾ നമ്മളത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത വിഷയങ്ങൾ വഴി പേരുദോഷം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വഴി അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത വിഷയങ്ങൾ നിമിത്തം സഹോദരങ്ങളുമായിട്ടൊക്കെ അടിപിടികളും വഴക്കുകളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എളുപ്പം മനസ്സിലാക്കാൻ 3-ലെ ശനിക്കൊരു ഉദാഹരണം പറയാം. മലയാളത്തിലൊരു സിനിമയുണ്ട് വാത്സല്യം എന്ന് പറഞ്ഞിട്ട്. മനസ്സിലാവുന്നുണ്ട്? വാത്സല്യം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, കണ്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ. വളരെ നല്ല പാട്ടുകളൊക്കെ ഉള്ളൊരു പടമാണ്. മമ്മൂട്ടിയാണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. കുറച്ച് പഴയ പടമാണ്. അപ്പോൾ ആ 3-ലെ ശനിയുടെ സ്വഭാവം എനിക്ക് പലപ്പോഴും ആ ഒരു കഥാപാത്രത്തിൽ തോന്നിയിട്ടുണ്ട്. തനിക്ക് മുകളിലുള്ളവരെയും പ്രായത്തിൽ കൂടിയവരെയും പ്രായത്തിൽ താഴ്ന്നവരെയും ഒക്കെ ശകാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും ലാസ്റ്റ് ഇവരെല്ലാം ആശ്രയിച്ച് രക്ഷപ്പെട്ട് കഴിയുമ്പം സ്വാഭാവികമായിട്ടും ആ ഒരു ചവിട്ട്, ആ ഒറ്റപ്പെടുത്തൽ വരികയും ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു സിനിമയുടെ ഒരു കളറ് പൊതുവെ ആ 3rd ഹൗസ് സാറ്റേണിൻ്റെ ഒരു രീതിയാണ്. ലാസ്റ്റ് പുള്ളി പോയി സ്വന്തമായിട്ട് വീണ്ടും ഒന്നേന്ന് തുടങ്ങുന്ന ഒരു രീതിയൊക്കെ, ആ ഒരു അധ്വാനിക്കാനുള്ള കഴിവ്, ശനി അധ്വാനമാണ്. ലോങ് ടേം ഗോളുകൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ വിട്ടുകൊടുക്കാനുള്ള മനസ്സ്, വിട്ടുകളഞ്ഞേക്കാം എന്നുള്ള ചിന്ത, പെട്ടെന്ന് സങ്കടം വരെ, പെട്ടെന്ന് ക്ഷമിക്കാനുള്ള മനസ്സ്, പെട്ടെന്ന് തളർന്നിരുന്ന് പോവുക, ഇതെല്ലാം ശനി 3-ൽ നിൽക്കുമ്പോൾ ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ 3-ാം ഭാവത്തിൽ വിവിധ ഗ്രഹങ്ങൾ നിന്നാലുള്ള ഫലത്തെക്കുറിച്ച് നമ്മൾ ഏകദേശം ചർച്ച ചെയ്തു. ആദിത്യൻ, സോമൻ, അംഗാരകൻ, ബുധൻ, ബൃഹസ്പതി, ശുക്രൻ, ശനി. ഇനി രാഹുകേതുക്കളാണ്. രാഹുകേതുക്കളുടെ സീരീസിൽ ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 3-ലെ രാഹു, 9-ലെ കേതു, അതുപോലെ തന്നെ 3-ലെ കേതു, 9-ലെ രാഹു. ആ സീരീസിനകത്ത് പോയി അത് കാണുക. അതിനെ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെച്ച് ജാതകങ്ങൾ ഒബ്സർവ് ചെയ്യുകയും ചെയ്യുക. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് മനസ്സിലായി തുടങ്ങുകയും ചെയ്യും, എങ്ങനെയാണ് ഈ ഫലങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്, വരുന്നത് എന്നൊക്കെ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്തൊരു പുതിയ വിഷയവുമായിട്ട് 3-ാം ഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ട് 1-2 കാര്യങ്ങളൂടെ പറയാനുണ്ട്. അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് 4-ാം ഭാവത്തിലേക്ക് പോവാം. നമസ്കാരം.